ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നോട് ഒരു കുനാഫ ചോക്ലേറ്റ് റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ആദ്യം കുനാഫയുടെ വണ്ട തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിഞ്ചുപ്പും ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒന്ന് ഹോൾട്ട് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ദോശ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം. നമ്മുടെ ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ ജസ്റ്റ് അതിങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ എല്ലാ ബാറ്ററും ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ള കുനാഫയുടെ ആണ് കേട്ടോ. അതിൽ ഒരു കുറച്ച് അരക്കപ്പിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ പിസ്ത സോസിനുള്ള നമ്മുടെ പിസ്ത ഒന്ന് ഒരു പാനിലിട്ട് വറുത്തെടുക്കാം. ഒരു 100 ഗ്രാം പിസ്തയാണ്. അതിനുശേഷം ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും അരക്കപ്പ് നമ്മുടെ പ്രീമിയം ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഞാനിവിടെ മെൽറ്റ് ആക്കിയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് മോഡിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതാണ്. ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു 1 മിനിറ്റ് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ കുനാഫ ഡോ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഞാൻ ഫ്രീസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ മോഡുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ ചോക്ലേറ്റിൽ എക്സസ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നീട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പിസ്ത ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും നമ്മുടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാൻ ഈ ഒരു സോസിലേക്ക് 1 ഡ്രോപ്സ് നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ, ഗ്രീൻ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അതിന് ശേഷം മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നമ്മുടെ കുനാഫ ഡോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുനാഫ ഡോ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മറ്റൊരു ബൗളിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട് കേട്ടോ, നമ്മുടെ കുനാഫ ഡോ, വറുത്തെടുത്ത കുനാഫ ഡോ. പിന്നീട് ഇതിലേക്ക് നമ്മുടെ സോസ് ഉണ്ടല്ലോ, പിസ്ത സോസ്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ആകുന്നത് പോലെ മിക്സാക്കി എടുക്കാം. പിന്നീട് നമ്മുടെ ഒരു 10 മിനിറ്റ്സ് ഞാൻ ഫ്രീസ് ചെയ്തിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ള നമ്മുടെ മോഡുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ കുനാഫ മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഫില്ലാകുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മുടെ മെൽറ്റാക്കി വെച്ചുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ റെസിപ്പി. പിന്നീട് നമ്മുടെ ഈ നമ്മുടെ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മോൾഡിൽ നിന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട്. ഇനി ഞാനിവിടെ ഒരു ചോക്ലേറ്റ് മോഡ് ഒരു 6 ഹവറാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി കാണാം. നമ്മുടെ ഈ വൈറൽ ചോക്ലേറ്റ് കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു ചോക്ലേറ്റ് വളരെ ടേസ്റ്റിയാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കഴിക്കുമ്പം വളരെ ക്രിസ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി റെസിപ്പിയാണ്. ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.